പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യൂദായുടെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. യൂദായുടെ ലേഖനത്തിന് 25 വാക്യങ്ങളാണുള്ളത്. അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർക്ക് അയ്യോ കഷ്ടം, അവൻ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. അവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് 2-3 പേര് അപ്പസ്തലനായ വിശുദ്ധ യൂദ ആ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഓരോ പേരും നാം എടുത്ത് ചിന്തിക്കേണ്ടതാണ്. ഞാൻ അതിലെ 1-ാമത്തെ ആളെ കുറിച്ച് മാത്രം ഒന്ന് അല്പം ചിന്തിക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടന്നവർ അല്ലെങ്കിൽ നടക്കുകയും കയീന്റെ വഴി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആരാണ് കയീൻ? നമുക്കറിയാം, ആദി മാതാപിതാക്കന്മാരുടെ ആദ്യത്തെ 2 മക്കളിൽ ഒരുവനാണ് കയീൻ. എന്താണ് കയീന്റെ വഴി? എന്താണ് ഈ വഴിക്കുള്ള പ്രശ്നം? എന്താണ് ഈ വഴിയുടെ അന്ത്യം? എന്തിനാ അപ്പസ്തലനായ വിശുദ്ധ യൂദ തന്റെ ഈ ചെറിയ 25 വാക്യങ്ങൾ മാത്രമുള്ള ഈ ലേഖനത്തിൽ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്ന ഒരു വ്യക്തിയെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്? എന്താണ് അപ്പസ്തലനായ വിശുദ്ധ യൂദായ്ക്ക് ഇതിലൂടെ നമ്മളോട് സംസാരിക്കുവാനുള്ളത്? ക്രിസ്തുയേശുവിൽ എൻ്റെ പ്രിയ വിശുദ്ധരെ, പഴയ നിയമ ചരിത്ര സംഭവങ്ങൾ എല്ലാം ഇന്ന് നമുക്ക് ദൃഷ്ടാന്തമായും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായും നമ്മെ എഡിഫൈ ചെയ്യുന്നതിനായും നമ്മെ എൻകറേജ് ചെയ്യുന്നതിനായും ഒക്കെ ദൈവം വച്ചിരിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിലെ ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സംഭവം എടുത്തിട്ട് യൂദ ഇന്ന് നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ദൈവത്തിന്റെ ന്യായവിധിയെ മറന്ന് ദൈവം ന്യായകർത്താവായി, നീതിയുള്ള ന്യായകർത്താവായി വരുന്ന ഒരു ദിവസം അടുത്തിരിക്കുന്നു, നിങ്ങൾ എന്താ അത് മറന്ന് ജീവിക്കുന്നത്? എന്തേ ദൈവം വെച്ചിരിക്കുന്ന വഴിയെ വിട്ട് സ്വന്തം വഴിക്ക് നിങ്ങൾ തിരിയുന്നത്? ഈ ഒരു ചോദ്യമാണ് ആദാമിന്റെ മകനായ കയീന്റെ ജീവിതത്തെ എടുത്ത് കാണിച്ച് നമ്മോട് അപ്പസ്തലനായ വിശുദ്ധ യൂദ ചോദിക്കുന്നത്. ആ ഭാഗവും നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ചാലോ? ഹല്ലേലൂയ. എന്താണ് കയീന്റെ വഴി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴിക്ക് എന്താ കുഴപ്പം? അടിസ്ഥാനപരമായി കയീൻ rebelled against God's way of salvation. എന്ന് വെച്ചാൽ രക്ഷയ്ക്കായി ദൈവം തന്ന വഴിയോട് കയീൻ മത്സരിച്ചു. രക്ഷയ്ക്കായി ദൈവം വെച്ചിരിക്കുന്ന വഴിയെ കയീൻ തള്ളിക്കളഞ്ഞു. എങ്ങനെ രക്ഷ പ്രാപിക്കാം? ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ചോദിച്ചാൽ എങ്ങനെ സ്വർഗത്തിൽ പോകാം എന്നതിന് ദൈവം വെച്ചൊരു വഴിയുണ്ട്. ആ വഴിയെ കയീൻ എതിർത്തു, അതിനോട് മത്സരിച്ചു. ഏതു കാര്യത്തിനും ക്രിസ്തുയേശുവിൽ പ്രിയരെ ദൈവം വെച്ച പ്രമാണമുണ്ട്, ദൈവം വെച്ച വഴിയുണ്ട്. അത് മറന്നിട്ട് അങ്ങനെയുണ്ട് പക്ഷെ ഇങ്ങനെയുമാകാം എന്ന് ചിന്തിക്കരുത്. കയീൻ അങ്ങനെയാ, അങ്ങനെയുണ്ട് പക്ഷെ ഇങ്ങനെയുമാകാം. ഒരുപക്ഷെ
നമ്മൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും കൂട്ടായ്മകളിൽ നിന്നോ നാം കേട്ടതായിരിക്കാം. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് നാം തട്ടിച്ചു നോക്കണം, നാം മനസ്സിലാക്കണം. എന്തുമായി തട്ടിച്ചു നോക്കണം? ദൈവവചനവുമായി തട്ടിച്ചു നോക്കണം. ദൈവത്തിന്റെ പ്രമാണവുമായി ദൈവവചനവുമായി നാം തട്ടിച്ചു നോക്കണം. എന്ത് പറയാൻ കാരണം, ഇല്ലെങ്കിൽ ഈ അന്ത്യനാളിൽ നാം കബളിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, എന്റെ വഴിയല്ല, എനിക്ക് തോന്നുന്ന വഴിയല്ല ബ്രദറെ, അനേകര് പോകുന്ന വഴി അതുമല്ല, മെജോറിറ്റി പോകുന്ന വഴിയല്ല, ദൈവം വെച്ച വഴിയാണ് ശരി. ദൈവം വെച്ചിരിക്കുന്ന ദൈവം വെട്ടിയ ആ പാത്തിലൂടെ തന്നെ നാം പോണം. അതിനെ എതിർത്ത് സ്വന്തം വഴിയെ പോയ വ്യക്തിക്ക് ഉദാഹരണമാണ് കൈൻ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ രണ്ടുപേർ ദൈവത്തെ ആരാധിക്കുവാൻ പോയത് നമുക്ക് കാണാം, ഇല്ലേ? ഹാബേലും കയീനും. രണ്ടുപേരും ഒരാളുടെ മക്കൾ. എന്നാൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരാൾ ദൈവത്തിൽ നിന്നുള്ളവൻ, ഒരാൾ ദുഷ്ടനിൽ നിന്നുള്ളവൻ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. രണ്ടുപേരും ഒരാളുടെ മക്കൾ. എന്നാൽ one was influenced by God and the other was influenced by Satan. പുറമേ നിന്ന് നോക്കുമ്പോൾ, പ്രത്യക്ഷത്തിൽ നാം നോക്കുമ്പോൾ there is no difference. വ്യത്യസ്തമായിട്ടൊന്നും കാണുന്നില്ല, അവർക്കൊരു പ്രശ്നവുമില്ല. രണ്ടുപേരും ദൈവത്തെ ആരാധിക്കാൻ പോയി. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനത്തിലൂടെയും യൂദാ തന്റെ ലേഖനത്തിലൂടെയും പറയുമ്പോഴാ രണ്ടുപേരുടെയും പിറകിൽ വ്യാപരിച്ചത് എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഇത്രേ അറിയാം, രണ്ടുപേരും ആദാമിന്റെ ഹവ്വായുടെയും മക്കൾ, രണ്ടുപേരും ദൈവത്തെ ആരാധിക്കാൻ പോയി. പക്ഷേ അതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് എന്താന്ന് യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ, ഒരുവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ, മറ്റവൻ ദൈവത്തിൽ നിന്നുള്ളവൻ. അല്പം കൂടെ അതൊന്നുകൂടെ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ആണ് നമ്മളത് ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. നമുക്ക് 3-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 3:21. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അതിന്റെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ. ആദാമും തന്റെ ഭാര്യയും തങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തങ്ങൾ നഗ്നരാണെന്നും തേജസ് വിട്ടുപോയി എന്നും മനസ്സിലാക്കിയപ്പോൾ they wanted to cover themselves. അവർക്ക് തങ്ങളെ തന്നെ കവർ ചെയ്യണമായിരുന്നു. അതിന് അവരുടേതായ ഒരു കവറിങ് അവര് കണ്ടുപിടിച്ചു. പക്ഷെ അത് സ്റ്റാൻഡ് ചെയ്തില്ല. അത് സ്റ്റാൻഡ് ചെയ്യാഞ്ഞത് കൊണ്ട് ദൈവം അവർക്കൊരു കവറിങ് ഉണ്ടാക്കി കൊടുത്തു. ദൈവം അവർക്കുണ്ടാക്കി കവറിങ് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ദൈവം ചെയ്തത്, അവർക്ക് പാപം ചെയ്ത ആദാമിനും ഹവ്വായ്ക്കും ഇനി ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ പകരം ഒരു ആനിമൽ മരിച്ചേ ഒക്കൂ. വചനം എന്താ പറയുന്നത്? പാപം ചെയ്ത ദേഹി മരിക്കണം. ഇവരോട് ദൈവം പറഞ്ഞത് എന്താ? ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ മരിക്കാതെ തീർച്ചയായിട്ടും അവരുടെ ആത്മാവ് മരിച്ചു. അവരുടെ ശരീരം മരിക്കാതെ കുറച്ചുകൂടെ ജീവിച്ചിരിക്കേണ്ടതിന് അതിനു പകരം
ഒരു മൃഗത്തെ കൊന്നിട്ട് അതിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി ദൈവം ആദാമിനും ഹൗവായിക്കും കൊടുത്തു. ആ മൃഗം മരിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇവർ നഗ്നത മറച്ച് ജീവിക്കും. So God made it so clear that the way of forgiveness is through shedding of blood. പാപക്ഷമ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, പാപവിമോചനവുമില്ല. വചനം വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തമാ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. എന്റെ പ്രിയരെ, പാപം പരിഹരിക്കപ്പെടുവാൻ രക്തം ചൊരിയണം, അല്ലാതെ മറ്റൊരു വഴിയില്ല. ദൈവം വ്യക്തമായി ആദി മാതാപിതാക്കന്മാർക്ക് കാണിച്ചു കൊടുത്തു. ഇതവർ കണ്ടു. പാപം ചെയ്തവർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പാപത്തിന് പരിഹാരം കാണണം, അതിന് രക്തമൊഴുകണം. താൽക്കാലികമായി അവർ മരിക്കാതിരിക്കേണ്ടതിന് മൃഗത്തിന്റെ രക്തത്തെ ഒഴുക്കി പാപത്തിന് ക്ഷമ വരുത്തി. ഇതെല്ലാം അവര് കണ്ടു. അതിനുശേഷം വന്ന തലമുറയാണ് ഹാബേലും കായീനും. രണ്ടാമത്തെ തലമുറയായ ഹാബേലും കായീനും രണ്ട് ഓപ്ഷൻസ്. ഇവർക്ക് ഒന്നുകിൽ ദൈവം ആദാമിനൂടെ കാണിച്ചു കൊടുത്ത ഈ വഴി ഏറ്റെടുക്കാം, വിശ്വസിച്ചേറ്റെടുക്കാം. രണ്ട്, തള്ളിക്കളയാം. പാപക്ഷമയ്ക്കുള്ള വഴി ഇന്നതാണ് മക്കളെ എന്ന് നമ്മുടെ വലിയ വല്യപ്പച്ചൻ ഹാബേലും കായീനും പറഞ്ഞു കൊടുത്തു കാണും. ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും, നിങ്ങൾ പാപികളാണ്, ദൈവത്തിന്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ആ പാപത്തിന് പരിഹാരം വരണം, അതിന് രക്തമൊഴുകണം. ഇതാ ദൈവം വെച്ചിരിക്കുന്ന വഴി. ഈ വഴിയോട് കായീന്റെ പ്രതികരണം നോക്കിയാൽ, കായീൻ ദുഷ്ടനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ചിന്തിച്ചു, ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യം നമ്മളിൽ പലരും ചിന്തിക്കുന്നു, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കുഴപ്പമൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ പാപിയൊന്നുമല്ല, ഞാൻ എന്റെ പച്ചക്കറി തന്നെ കൊടുക്കും, കാരണം എന്റെ ജോലി കാർഷിക വൃത്തിയാണ്, ഞാനൊരു കർഷകനാണ്, അതിൽ നിന്ന് കൊണ്ടുവന്നാൽ എന്തുകൊണ്ട് ദൈവത്തിന് സ്വീകരിച്ചുകൂടാ? രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് സുവിശേഷം നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു, എന്തുകൊണ്ട് അവനെ അല്ലെ അവളെ തെരഞ്ഞെടുത്തില്ല, ഇതിന് ആൻസർ ഇല്ല. ദൈവത്തിൽ ക്രിസ്തുയേശുവിൽ പ്രിയരെ, ഇതിനൊരു ആൻസർ ഇല്ല. ദൈവത്തിന് കൃപ തോന്നി. ഇന്ന് ഈ കൂട്ടായ്മയിൽ എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് കൃപ തോന്നി, അതാ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അവൻ വന്നില്ല, എന്തുകൊണ്ട് മറ്റവൻ വന്നില്ല? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അത് ദൈവത്തിന് എന്നോട് തോന്നിയ സ്നേഹമാ. Why? I don't have an answer. കാരണം രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. Why എന്ന ചോദ്യമില്ല. ദൈവം വെച്ചതിനെ, ദൈവം പറഞ്ഞതിനെ ചോദ്യം ചെയ്യരുത്. എന്താ ഫെയ്ത്ത്? അബ്രഹാമിലേക്ക് നോക്കിക്കേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അയക്കുന്നു. അബ്രഹാം ആമേൻ. അബ്രഹാമിന്റെ റെസ്പോൺസ് ആമേൻ, അങ്ങനെ ആവട്ടെ. ചോദ്യം ചെയ്തല്ല വിശ്വാസം. ദൈവം വെച്ച വഴി ഇതാ, ബിലീവ് ഇറ്റ് ആൻഡ് ടേക്ക് ഇറ്റ്. ഇവിടെ ദൈവം പറയുകയാ, ഹാബേലിന്റെ വഴി വിശ്വാസത്തിന്റെ വഴിയായിരുന്നു, അത് പ്രവർത്തികളുടെ വഴിയായിരുന്നില്ല. ക്രിസ്തുയേശുവിൽ എന്റെ പ്രിയരെ, രക്ഷ പ്രവർത്തിയാലല്ല, നമുക്ക് രക്ഷ കിട്ടുന്നത് പ്രവൃത്തിയുടെ വഴിക്കല്ല, നമ്മുടെ വഴിക്കല്ല, വിശ്വാസത്തിന്റെ വഴിക്ക, ദൈവം വെച്ചിരിക്കുന്ന വഴിക്ക.
ദൈവം വെച്ചിരിക്കുന്ന വഴി പ്രവൃത്തിയുടെ വഴിയല്ല, വിശ്വാസത്തിന്റെ വഴിയാ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക. ആ ഭാഗവും നമുക്ക് അല്പം പതുക്കെ ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ കൃപയാലല്ലോ. ദാനമത്രേ. നിൽക്കട്ടെ, കൃപയാലല്ലോ. എങ്ങനെയാ ഒരാൾക്ക് രക്ഷ, ഒരാൾ സ്വർഗത്തിലെത്തുന്നത്? കൃപയാല. കൃത്യമായി ഇവിടെ കൃത്യമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ട് കൃത്യമായി കൃപ. ഈ കോണ്ടെക്സ്റ്റിൽ ഈ ആദാമിന്റെയും ഹവ്വായിന്റെയും ഹാബേലിന്റെയും കായിന്റെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്താ ഇവിടെ കൃപ? ഈ കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ എന്റെ പ്രിയരെ, പാപം ചെയ്ത ആദിമ മാതാപിതാക്കന്മാരെ ദൈവത്തിന് വെച്ചേക്കേണ്ടതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിയമപരമായി അവർക്ക് യാതൊരു അർഹതയുമില്ല. കാരണം ദൈവത്തിന്റെ നിയമം പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. പാപം ചെയ്യുന്നതേ മരിക്കണം, അതാ ദൈവത്തിന്റെ നിയമം. പിന്നെ എന്തുകൊണ്ട് ഇവർ ജീവിച്ചിരുന്നു? ദൈവത്തിന്റെ കൃപയുടെ അടിസ്ഥാനത്തിലാ. എന്റെ പ്രിയരെ, നമ്മൾ തോന്നിയ വഴിക്കൊക്കെ നടന്നിട്ടും, നമ്മൾ ഈ വചനം വിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടും സംസാരിച്ചിട്ടും ചിന്തിച്ചിട്ടും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ പോയിട്ടും ചിന്തിക്കരുതേ, ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. ദൈവം ക്ഷമയോടെ കാത്തിരിക്കുക, നീ തിരിച്ചു വരും. ആദിമ മാതാപിതാക്കന്മാർ മരിക്കാതിരുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഇനി അവരെന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു കൊടുത്തത് വിശ്വസിക്കുകയും കൂടി ചെയ്യണം. എന്നാലേ അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. അതായത് കൃപയാൽ, വിശ്വാസത്താൽ. ആ വാക്യത്തിന്റെ അവസാന വാക്യം എങ്ങനെയുണ്ട്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ദൈവം വെച്ച ഈ ആശയത്തെ, ദൈവം വെച്ച ഈ വഴിയെ കായീൻ തള്ളിക്കളഞ്ഞത്. എന്ത്? കൃപയാൽ വിശ്വാസത്താലാ ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്, പ്രവർത്തികളാൽ അല്ല. ഈ നിയമത്തെ, ഈ വഴിയെ കായീൻ തള്ളിക്കളഞ്ഞു. സിംപ്ലി ഇറ്റ് മീൻസ് കായീൻ റിജക്റ്റഡ് ദ ഹെവൻലി ഹോളി റെവലേഷൻ. കാരണം എന്താ? കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാകിയാൽ, he was influenced by the evil one. എന്റെ ജീവിതത്തില് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴി, കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുവപ്പായിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത് കർത്താവിന്റെ കർത്തൃത്വത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്താലുള്ള വഴിയാണ്. വേറൊരു വഴിയില്ല പ്രിയരെ. വേറെ ഏതെങ്കിലും വഴിക്കാൻ നമ്മൾ നീങ്ങുന്നതെങ്കിൽ തിരിച്ചു വാ. വചനം അതാ പറയുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം വചനത്തിൽ നിന്നല്ലേ. കായീന്റെ വഴി. എന്തുകൊണ്ടാ യൂദാ ഇവിടെ കോട്ട് ചെയ്യുന്നത്? കായീന്റെ വഴിയിൽ. അയ്യോ, അവർക്ക് കഷ്ടം, കായീന്റെ വഴി അവർ പോകുന്നു. എന്താ കായീന്റെ വഴി? ദൈവം വെച്ചതിനെ റിജക്ട് ചെയ്തു, ദൈവം വെച്ചതിനെ തള്ളിക്കളഞ്ഞു, ദൈവം ഒരുക്കിയതിനെ വേണ്ടെന്ന് വെച്ചു. ഇന്നും നമുക്കിതുപോലുള്ളവരെ കാണാം. ഞാനിത് പറയുമ്പോ, നമ്മൾ സുവിശേഷം പറയുമ്പോ, ഓ, ഈ ബ്രദർ പറയുന്ന വഴി മാത്രമേ ഉള്ളോ, വേറൊരു വഴിയില്ലേ? അതിന് ഞാനൊരു പാപം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ബ്രദറെ, ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. രക്ഷപ്പെടുവോ? അവർ രക്ഷിക്കപ്പെടുമോ? നോ നോ നോ. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിലെത്തുന്നത്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അതാ പഠിപ്പിക്കേണ്ടത്, അതാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ നോക്ക്, വചനത്തിങ്കിലേക്ക് വാ. അതായി വചനം 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 ഏൽപ്പിച്ചു തരുന്നത്. വചനത്തിങ്കിലേക്ക് വാ. ആൾ എന്ത് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നല്ലോ, ഈ ബ്രദർ പറയുന്നതാണോ? വചനം തട്ടിച്ചു നോക്ക്, മലയാളമല്ലേ, വായിച്ചു നോക്ക്. കായീൻ ഇതേ ചിന്താഗതിയായിരുന്നു. എന്ത്? ദൈവം വെളിപ്പെടുത്തിയതിനെ, ദൈവത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത്
അവന്റെ പ്രവൃത്തിയുടെ ഫലം യാഗപീഠത്തിങ്കിലേക്ക് കൊണ്ടുവന്നു. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ച് കേട്ടിട്ടുണ്ട്, കായീൻ ചീത്ത കൃഷിയുടെ ഫലവുമായിട്ട് വന്നു, ഹാബേൽ നല്ലത്. അതൊന്നുമല്ല അതിന്റെ കാരണം. ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ വചനഭാഗം ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എത്ര വ്യത്യസ്തമായിട്ടാ. അതൊന്നും അല്ലായിരുന്നു. ദൈവം വെച്ച വഴി രക്തം ചൊരിയണം. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പാപത്തിന്റെ പരിഹാരം പച്ചക്കറി കൊടുക്കലല്ല, രക്തം ചൊരിയണം. രക്തത്താലാ കഴുകപ്പെടേണ്ടത്. കയീൻ ചോദിച്ചു, ദൈവത്തിന്റെ അധികാരത്തെ, ദൈവത്തിന്റെ വഴിയെ ചോദ്യം ചെയ്തു. വൈ കാൻഡ് ഐ ബ്രിങ് മൈ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും എന്താ അർത്ഥമെന്നറിയാവോ? സൽപ്രവർത്തികളാലുള്ള രക്ഷ, സ്വയപ്രവർത്തിയാലുള്ള രക്ഷ, ഈ ചിന്തയുമായിട്ടാ കായീൻ വരുന്നത്. ഞാൻ പ്രവർത്തിച്ച് ഞാൻ ഉണ്ടാക്കിയതിനെ ഞാൻ സമർപ്പിക്കും. എന്റെ പ്രിയരെ, ഈ ഭൂമിയും ഇതിലുള്ള സകലതും ദൈവത്തിന്റെ അല്ലേ? ദൈവം അനുവദിച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നത്? Where is the place for you to boast? ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ സൃഷ്ടിച്ചത്, where is I? സൽപ്രവർത്തികളാൽ സ്വർഗത്തിൽ ഒരുവൻ പോകില്ല, അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വചനം ബൈബിളിലേ ഇല്ല. കയീൻ തന്റെ സ്വയത്തിൽ നിന്നുള്ളതിനെ, തന്റെ സ്വന്തം നീതിയെയും കൊണ്ടുവന്നു. ദൈവം തള്ളി. കാരണം അപ്പസ്തോല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പസ്തോല പ്രവൃത്തികൾ 8:21 നാം വായിക്കുന്നു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക കൊണ്ട്. മതി. നിന്റെ ഹൃദയം, വെരി സിമ്പിൾ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അതിന്റെ ഇംഗ്ലീഷിൽ വായിച്ചാല്, യു ഹാവ് നോ പാർട്ട് ഓർ പോർഷൻ ഇൻ ദ മാറ്റർ, ഫോർ യുവർ ഹാർട്ട് ഈസ് നോട്ട് റൈറ്റ് ബിഫോർ ഗാഡ്. യു ഡോണ്ട് ഹാവ് സിമ്പിൾ ഫെയ്ത്ത് ഇൻ യു. സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഫെയ്ത്ത് ഈസ് നോട്ട് ദെയർ ഇൻ യുവർ ലൈഫ്. നിന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. എന്നാൽ ഹാബേലിന്റെ ഹൃദയത്തിലോ, ഹാബേലിന്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനെ, ദൈവം വെളിപ്പെടുത്തിയതിനെ അവൻ വിശ്വസിച്ചു, അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടല്ലേ എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്ന, എബ്രായർ 11:4 ഇപ്രകാരം വായിക്കുക, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. വിശ്വാസത്താൽ. ഈ അധ്യായം ചുമ്മാ അങ്ങ് വായിക്കുമ്പോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാവരുടെയും പേരുകളുടെ മുൻപിൽ വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അവൻ, വിശ്വാസത്താൽ സാറ, വിശ്വാസത്താൽ എന്ന് നമ്മൾ പല പ്രാവശ്യം വായിക്കുമ്പോ എന്തുവാ വിശ്വാസം? വിശ്വാസത്താൽ ഹാബേൽ. ഹാബേലിന്റെ വിശ്വാസം എന്തുവായിരുന്നു? എന്തുവാ ഹാബേൽ വിശ്വസിച്ചത്? ദൈവം വെളിപ്പെടുത്തിയ വഴിയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഹാബേൽ വിശ്വസിച്ചു. അവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ കയീനോ വിശ്വാസത്തിന് പകരം സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ശ്രമം നടത്തി. അതുകൊണ്ടാ യൂദാ പറയുന്നത്, കയീന്റെ വഴി അയ്യോ അവർക്ക് കഷ്ടം. സ്വന്തം പ്രയത്നത്താൽ സ്വന്തം നീതി സ്ഥാപിക്കുന്നവരെ അയ്യോ നിങ്ങൾക്ക് കഷ്ടം. ഇതല്ല ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴി വിശ്വാസത്താലുള്ള വഴിയാണ്. എന്താ വിശ്വാസം? എനിക്ക് വേണ്ടി സാക്ഷാൽ ദൈവപുത്രനായിരുന്ന കർത്താവ് ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിക്കാതെ അത് മാറ്റിവെച്ച് ദാസവേഷം ധരിച്ച് നമ്മളിൽ ഒരുവനായി പാപമൊഴികെ സകലത്തിലും നമുക്ക് സമനായി കാൽവരിയിൽ യാഗമാക്കപ്പെട്ട് നിഷ്കളങ്കവും നിർദോഷവുമായ രക്തത്തെ ഒഴുക്കി നമ്മുടെ പാപത്തെ കഴുകി, ഇത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് ആ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കാമോ? ഇന്ന് നാം ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്, ഞാൻ ബൈജുവായിട്ടല്ല,
ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ബൈജു എന്റെ പാപത്തെ കാൽവരിയിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി. കർത്താവിന്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ബൈജു, ക്രിസ്തുവിലുള്ള വ്യക്തി, അവർക്കേ ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റൂ. കാരണം പാപം ചെയ്യുന്നവർക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റില്ല പ്രിയരെ. ഹല്ലേലൂയ. ഇതൊക്കെയാ വചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ നന്നായിട്ട്, ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്ത്, ഹല്ലേലൂയ, ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു, എനിക്ക് മറ്റു പ്രശ്നങ്ങളോ കുഴപ്പമൊന്നുമില്ല. ഇവിടെ യൂദ കയീന്റെ വഴി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കയീന്റെ വഴി ദുഷ്ടന്റെ സ്വാധീനത്താലുള്ള വഴി. കയീന്റെ വഴി മതത്തിന്റെ വഴിയാണ്. കയീന്റെ വഴി ദ വേ ഓഫ് റിലീജിയൻ. എന്താ റിലീജിയൻ പഠിപ്പിക്കുന്നത്? അത് ഏത് റിലീജിയൻ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ ദേശത്തെ റിലീജിയൻ ആണെങ്കിലും, നാട്ടിൽ നമ്മുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തിലെ റിലീജിയനുകളാണെങ്കിലും, ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും, ഞാൻ ഒരു പേരിട്ട് വിളിക്കുന്നില്ല, ഏത് റിലീജിയൻ എടുത്തോ, എന്താ റിലീജിയൻ? മതം പഠിപ്പിക്കുന്നത് സൽപ്രവർത്തി, എന്റെ കഴിവ്, ഞാൻ ജനിച്ച മതം, ഞാൻ ജനിച്ച രീതി, ഇതൊക്കെ കൊണ്ട് എന്റെ സ്വഭാവത്തെ ഞാൻ നന്നായി വെച്ചാൽ രക്ഷ പ്രാപിക്കാം. ക്രിസ്ത്യാനികളും ഹിന്ദു മതസ്ഥരും മറ്റു മതസ്ഥരും എല്ലാവരും ഇതാ പറയുന്നത്. എന്റെ പ്രിയരെ, ക്രിസ്തു ഒരു മതമല്ല, ക്രിസ്തു ഒരു മാർഗമാ. കർത്താവ് പറഞ്ഞത് എന്താ? I am the truth, I am the way, I am the life. ഞാനാണ് സത്യം, ഞാനാണ് മാർഗം. എങ്ങോട്ടുള്ള മാർഗം? ദൈവത്തിങ്കിലേക്കുള്ള മാർഗം. അത് ഞാനാ. എന്നിലൂടെയേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. ആകാശത്തിന്റെ കീഴെ മനുഷ്യപുത്രന്മാരുടെ യേശു എന്ന നാമമല്ലാതെ രക്ഷയ്ക്കായി there is no other name. ക്രിസ്തു ഒരു മതമല്ല, മാർഗമാണ്. ഇതൊരു മതമായിരുന്നെങ്കിൽ യഹൂദ മതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് യഹൂദ മതത്തെ ഒന്ന് തട്ടിക്കൂട്ടി പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞങ്ങ് ശരിയാക്കി എടുത്താ പോരായിരുന്നോ? കർത്താവ് അതല്ലല്ലോ ചെയ്തത്. പൗലോസ് അപ്പോസ്തലൻ നിങ്ങൾ പറയുന്നത് പോലെ യഹൂദ മതത്തിന്റെ ഭേദമല്ല ഇത്. ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുനയിക്കുന്നവൻ, ദൈവത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിലായിരിക്കുന്നവൻ, അതാ പറഞ്ഞത് ഇതൊരു മാർഗമാ, മതമല്ല. ബാക്കിയുള്ള മതങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നാം നന്നായിട്ട് ജീവിക്കണം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, സൽപ്രവർത്തികളൊക്കെ ചെയ്യണം, സ്വഭാവം ഒന്നും മോശമാക്കരുത്, നല്ല സ്വഭാവം നല്ല പ്രവൃത്തി, തീർച്ചയായും സ്വർഗത്തിൽ പോവും. ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ ചിന്ത ഇതാ. എന്റെ പ്രിയരെ, നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലൂ. ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് സോ കോൾഡ് ക്രിസ്ത്യാനികളെക്കാളും എത്രയോ ശ്രേഷ്ഠമായി ജീവിക്കുന്നവരുണ്ട് നോർത്ത് ഇന്ത്യൻസിൽ. ബുദ്ധിസ്റ്റുകളിലുണ്ട്, ജൈനന്മാരിലുണ്ട്. അവരുടെ ഒന്നും 4 അയൽവക്കത്ത് നമ്മൾ എത്തത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വഭാവം നന്നാക്കിയാലൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഞാനിത് പറയുമ്പോൾ സ്വഭാവം നന്നാക്കണ്ട എന്നല്ല, ഞാൻ അതിന്റെ പറയുന്നതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കണേ. ഇതൊക്കെ ശരിയാവും. ആദ്യം രക്ഷയെന്ന കവചത്തിനകത്തേക്ക്, രക്ഷയെന്ന പെട്ടകത്തിനകത്തേക്ക്, രക്ഷയെന്ന ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഇതെല്ലാം ശരിയാവും. അപ്പൊ ചെയ്യുന്നത് ഞാനല്ല, ക്രിസ്തുവാ, കൃപയാ. കൃപ എന്നിൽ പ്രവർത്തിക്കും. കാരണം ഞാൻ എന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല. ചിലരോടൊക്കെ പറയുമ്പോ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവര് പോയില്ല ബ്രദറെ, പിന്നെ ആരാ പോകുന്നത്?
കുടിക്കത്തില്ല, വലിക്കത്തില്ല, കൈക്കൂലി വാങ്ങിക്കത്തില്ല, തങ്കപ്പെട്ട സ്വഭാവമുള്ള മനുഷ്യനാ. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല പ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണിച്ചതാ ഒരു വാക്യം, അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ കാണിച്ചു തരണം. നല്ല പ്രവർത്തികൾ ചെയ്താൽ സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ രൂപത്തോട് അനുരൂപമാകണമെങ്കിൽ ആദ്യം ക്രിസ്തു നമ്മളിൽ ഉരുവാകണം. ദൈവത്തിന് നമ്മോട് കൃപ തോന്നണം. അതുകൊണ്ടാ ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവമേ എൻ്റെ അപ്പനും അമ്മയ്ക്കും ലഭിച്ച രക്ഷ ഞങ്ങൾക്കൂടെ തരണേ. രക്ഷയുടെ കാറ്റ് എപ്പോഴാ അടിക്കുന്നെന്ന് അറിയാൻ പറ്റില്ല. ദൈവത്തിന്റെ കൃപയാ. നമുക്ക് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നല്ല പ്രവർത്തികൾ കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് ദൈവം തരണം, നാം റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കൈയിന്റെ വഴി മതത്തിന്റെ വഴി. രണ്ടാമത്തേത് കൈയിന്റെ വഴി, ദ വേ ഓഫ് പ്രൈഡ്, അഹന്തയുടെ വഴിയാ കൈയിന്റെ വഴി. ഞാൻ ആരുടെയും അധികാരത്തിന് വിധേയപ്പെടത്തില്ല. ദൈവത്തിന്റെ അധികാരവും പ്രമാണത്തിന്റെയും വിധേയപ്പെടാൻ ഞാൻ തയ്യാറല്ല. അതല്ലേ കായൻ അവിടെ വെച്ച് കാണിച്ചത്. അതുകൊണ്ടല്ലേ കായൻ തന്റെ സ്വന്തം പ്രയത്നത്തിന്റെ ഫലവുമായിട്ട് വെജിറ്റബിൾസുമായിട്ട് വന്നത്. ദൈവം വെച്ച പ്രമാണത്തിന് ഞാൻ കീഴ്പ്പെടാൻ തയ്യാറല്ല. എനിക്ക് എന്റെ നീതി സ്ഥാപിക്കണം. ഞാൻ കൃഷിക്കാരനാണ്, എന്റെ കാർഷിക വിളവ് അംഗീകരിക്കില്ലെങ്കിൽ വേണ്ടെന്ന്. ഹാബേലിന്റെ ആടിനെ കൊണ്ടുവന്ന് യാഗം നടത്താൻ ഞാൻ തയ്യാറല്ല. എന്റെ സഭയ്ക്ക് എന്താ കുഴപ്പം? ഈ ബ്രദർ പറയുന്ന രീതി തന്നെ മതിയോ? ബ്രദർ പറയുന്ന ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഈ സഭയുടെ കുഴപ്പമൊന്നുമല്ല പറയുന്നത്. ദ വേ ഓഫ് റിലീജിയൻ ഇസ് എ വേ ഓഫ് പ്രൈഡ്. അത് സ്വാർത്ഥതയുടെ വഴിയാ. നോട്ട് ദ വേ ഓഫ് റൈച്ചസ്നെസ്. വേ ഓഫ് റിലീജിയൻ റിജക്ട്സ് ദ വേ ഓഫ് ഗോഡ്, എ വേ ഓഫ് റൈച്ചസ്നെസ്. ബ്രദറെ ഒന്ന് തെളിയിക്കാവോ അത്? ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം, ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ച് അവർക്കെല്ലാം നൽകി. അവർക്ക് പ്രമാണങ്ങൾ നൽകി, പ്രവാചകന്മാരെ നൽകി, ന്യായാധിപന്മാരെ നൽകി, ദൈവം രാജാക്കന്മാരെ നൽകി, യാഗങ്ങളെ നൽകി, നിയമങ്ങൾ നൽകി. എന്നിട്ട് അവർ നീതി പ്രാപിച്ചില്ല. വൈ? ചരിത്രം പറയുന്നത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ 2 പേരെ കാനാനിൽ കിടന്നുള്ളൂ എന്നാ. എന്താ അതിന്റെ കാരണം? നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൃത്യമായി അതിന്റെ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. 9, 10, 11 ഇസ്രായേൽ ആസ് എൻ എത്നിസിറ്റി, ഇസ്രായേൽ എന്ന ആ രാജ്യത്തോടുള്ള ബന്ധത്തിലാ റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ എഴുതിയിരിക്കുക. അതിന്റെ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ഛയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എന്റെ യാചനയും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതുകയാണ്, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. ആരാ പറയുന്നത്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. ഒരിക്കൽ ഭയങ്കര എരിവായിരുന്നു. ദമസ്കോസിലേക്ക് പോയതെന്തെന്ന് നമുക്കറിയാം, ചരിത്രമൊക്കെ അറിയാം. ഭയങ്കര എരിവുള്ള വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. പോൾ വളരെ ജലസ് ആയിരുന്നു. തന്റെ കൂട്ടത്തെ, യഹൂദ ഗണത്തെ നോക്കിയിട്ട് അപ്പോസ്തലനായ പോൾ പറയുകയാ, അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. കായീന്റെ വഴിക്ക് പോയ ഇസ്രായേൽ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി, അതല്ലേ കായീന്റെ വഴി. ദൈവം അവർക്ക് സകലതും കൊടുത്തു. നോ നോ നോ, അതൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അങ്ങോട്ട് ചെയ്തെത്തിക്കോളാം. ഇതായിരുന്നു അവരുടെ സാഠ്യം. അവർക്ക് ഭയങ്കര എരിവായിരുന്നു. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് വന്ന ശേഷം ഇസ്രായേൽ ജനത്തിന് ഭയങ്കര എരിവായിരുന്നു. പക്ഷെ പരിജ്ഞാനപ്രകാരമായിരുന്നില്ല. പരിജ്ഞാനപ്രകാരമായിരുന്നെങ്കിൽ ദൈവം വെച്ചതിനെ
വിശ്വസിച്ചേറ്റെടുത്തേനെ. ഇന്നും എന്നെ കേൾക്കുന്ന ക്രിസ്തുയേശുവിൽ വിശുദ്ധരെ, പരിജ്ഞാന പ്രകാരം ഒരു വ്യക്തി ക്രിസ്തുവിന്റെ അനുയായിയായി ജീവിക്കുന്നെങ്കിൽ ദൈവം വെച്ച വഴി ഏറ്റെടുക്കണം വിശ്വസിച്ച്. അത് കാൽവരിയിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ക്രിസ്തുവിന്റെ മാർഗം. അല്ലാതെ ഞാൻ എന്റെ ശക്തിയിൽ എന്തെങ്കിലൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ല. ഇങ്ങനെയുള്ളവരുടെ ചിന്താഗതി എന്താണെന്നറിയോ? എന്നെ അംഗീകരിക്കാത്ത ദൈവത്തെ എനിക്കും വേണ്ട, ഇല്ലേ? എന്നെ അംഗീകരിക്കാത്ത എന്റെ പ്രിയരെ, നാം ആരാ? ദൈവം ആരാ? നാം ആരാ? നമുക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? യൂദാ വീണ്ടും പറയുക, വിശ്വസിക്കുന്നവർക്കാണ് നീതി. ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് അവനവന്റെ വഴിക്ക് വരാനല്ല. ഞാൻ വെച്ച വഴിയുണ്ട്, ഞാൻ വെച്ച പ്രമാണമുണ്ട്. ആ പ്രമാണമായി ഈ പുസ്തകത്തിനകത്ത് നമുക്ക് അപ്പസ്തോലന്മാരിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുന്നത്. ആ വഴിക്ക് വാ. അത് അറിയത്തില്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. ഇപ്പോൾ ഏറ്റെടുത്തോണം. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് വീണ്ടും പറയുക, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതി, അത് മതി. ബാക്കിയുള്ളതൊക്കെ എന്റെ സ്വന്തവും എന്റെ കഴിവും എന്റെ പ്രയത്നവും എല്ലാം ഞാൻ ചപ്പും ചവറന്ന് എണ്ണുക. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ കത്തിപ്പോകും. അതൊക്കെ വൈക്കോലും തീയില് വൈക്കോൽ എന്ന പോലെ പുല്ലെന്ന പോലെ കത്തിപ്പോകും. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിക്കുന്ന നീതി, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ എന്നിലൂടെ വെളിപ്പെടുന്ന പ്രവർത്തികൾ, അതേ നിലനിൽക്കൂ. ഹാബേലിൽ ഈ വിശ്വാസത്താലുള്ള നീതിയാ. അതാ ദൈവം ഹാബേലിന്റെ യാഗത്തെ സ്വീകരിച്ചത്. എന്നാൽ കയീനോ സ്വന്തം നീതി, എന്റെ പ്രയത്നം കൊണ്ട് ഞാൻ നീതിമാനായിക്കൊള്ളാം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയരെ, അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കയില്ല. അതൊരു റോങ് കോട്ടാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ ഒന്നില്ല. അവനവന്റെ ആത്മാർത്ഥത അവനവനെ രക്ഷിക്കയില്ല. മറിച്ച് ദൈവം വെച്ച വഴിയെ വന്നേ പറ്റൂ. ദൈവം നമ്മുടെ രക്ഷക്കായി വെച്ചിരിക്കുന്ന വഴി വിശ്വാസത്തിന്റെ വഴിയാ. വിശ്വസിച്ചേറ്റെടുക്കണം. അല്ലാതെ ഞാൻ 100 കൂട്ടം കാര്യം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ട, നിന്നെ മതി. I want you, not anything of you. എനിക്ക് നിന്നെയാ വേണ്ടത്, നിന്റേതല്ല, നിനക്കുള്ളതല്ല, നിന്നെ വേണം. ഇവരുടെ വഴി അഹന്തയുടെ വഴിയാ. ഞാൻ നിർത്തട്ടെ. കായേനോട് ദൈവം ഇടപെട്ടെ. കായേൻ തെറ്റിപ്പോയി എന്ന് ദൈവം പറഞ്ഞു. കായനോട് എനിക്ക് തോന്നുന്ന വചനം അങ്ങനെ നമുക്ക് എങ്ങനെയങ്ങ് ചിന്തിക്കാം. ദൈവം കായനോട് തെറ്റിപ്പോയി അല്ലേ? ദൈവം സംസാരിച്ചില്ലേ കായനോട്? കായൻ തിരുത്തിയോ? ദൈവം എത്ര കാരുണ്യവാനാ. അവനെ ആരും കൊന്നു കളയാതിരിക്കാൻ അവന്റെ നെറ്റിയിൽ ഒരു അടയാളം കൂടെ വെച്ചാ ദൈവം അവനെ. ദൈവം എത്ര കരുണയുള്ളവനാ. ദൈവം എത്ര സ്നേഹനിധിയാ. ഇവന് തെറ്റിപ്പോയ മടങ്ങി വന്നാൽ, പത്രോസ് തെറ്റിപ്പോയില്ലേ? മടങ്ങി വന്നപ്പോൾ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തിയില്ലേ? നിയോഗിച്ചേൽപ്പിച്ചില്ലേ? കായീന് മടങ്ങി വരാൻ പറ്റില്ലായിരുന്നോ? There was enough time to have Cain to come back. പക്ഷേ അഹന്തയുടെ വഴി അവൻ ഏറ്റെടുത്തത്. നമുക്കും തെറ്റിപ്പോകരുത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നമ്മൾ ചിന്തിച്ചോണം. ഞാൻ എൻ്റെ ചിന്താഗതികൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ
ഇന്ന് രാത്രിയിൽ നാം വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ കർത്താവേ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കായീൻ എന്തു സംഭവിച്ചു? 4-ാം അധ്യായത്തിന്റെ 16-ാം ഭാഗ്യത്തിൽ എങ്ങനെയാ വായിക്കുന്നത്? 4:16 അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് എവിടുന്നാ കയീൻ പുറപ്പെട്ടത്? കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന്. കയീൻ അഹങ്കാരിയായിട്ട് അഹന്തയുടെ അതങ്ങ് മുഴുത്തിട്ട് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ആ 16 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ സ്വന്ത നീതി സ്വന്ത വഴിക്ക് പോകുന്നവർക്ക് എന്തു പറ്റുമെന്നുള്ളത് നിങ്ങൾ എന്ത് തന്നെ ഒന്ന് വായിച്ചോളൂ. 16 മുതൽ 26 വരെയുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ. കായേൻ പട്ടണം പണിതു, കായേൻ പല വ്യാപാരം തുടങ്ങി, കായേൻ ചിത്രകല തുടങ്ങി. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, സ്വന്തം നീതിക്ക് പോകുന്നവരുടെയൊക്കെ അന്ത്യം ഇങ്ങനെയാണ്. ഹാബേലിനെ നോക്കിക്കേ, ദൈവം എനിക്ക് വെച്ച വഴിയെ ഞാൻ ഏറ്റെടുത്തു. വചനപുസ്തകം ഹാബേലിനെ കുറിച്ച് സാക്ഷ്യം പറയുക, വിശ്വാസത്താൽ. അതുകൊണ്ടാ യൂദ സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോകുന്നവർ ഞാൻ പിടിച്ചോളാം, ഞാൻ നേടിക്കോളാം, ഞാൻ എൻ്റെ രീതിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ എത്തിക്കോളാം എന്ന് ചിന്തിക്കുന്നവരെ നോക്കി യൂദാ പറയുക, അയ്യോ കഷ്ടം. അവർ കായീന്റെ വഴിക്ക് പോകുന്നവർ, അവർ ദൈവം വെച്ച ക്രിസ്തുവേശുള്ള വിശ്വാസം എന്ന വഴിയല്ല, സ്വന്തം വഴി. ഞാൻ ഇന്ന കാര്യം ചെയ്തെത്തിക്കോളാം. എൻ്റെ പ്രിയരെ, ഇന്നത്തെ ഈ കൂടിവരവ് ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ദൈവം വെച്ച വഴിയെ പോകുവാനായിട്ട് ആഗ്രഹിക്കാം. ദൈവം വെച്ച വഴിയെ പോകുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാ ശരിക്കുള്ള വഴി. അതറിയില്ല എങ്കിൽ ഈ വചന പുസ്തകം വായിച്ചു നോക്കൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ അതാ പറഞ്ഞത്. എന്താ ദൈവം വെച്ച വഴി? അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.